നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രജേഷ്, കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന ചില ചർച്ചകൾ, ഒന്ന് വട്ടിയൂർക്കാവിലെ സി വിപിനെ പറ്റി, രണ്ട് ശ്രീലേഖയെ പറ്റി, ശ്രീലേഖ പോടാ പുല്ല് എന്ന മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. ഇന്നിപ്പോൾ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്, മുൻകാല പ്രാബല്യമുണ്ടോ പോലീസ് സേനയിൽ ഇങ്ങനെ വിളിക്കാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ. ശ്രീലേഖ അങ്ങനെ സംസാരിച്ചതിനെതിരെയുള്ള കാര്യങ്ങൾ, അതൊരു കൃത്യമായ കാര്യമുള്ളതുകൊണ്ടാണ് ശ്രീലേഖ സംസാരിച്ചത്, നമുക്ക് എവർക്കും അറിയാം. ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഒക്കെയാണ്. ശ്രീലേഖ അവിടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സമയം മുതൽ തന്നെ സി വിപിൻ അടക്കമുള്ളവർ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CI വിപിൻ മറ്റു ചില കേസുകളിൽ കൂടി പെട്ടിരുന്നു, വിവാദങ്ങളിലുള്ള ഒരു CI ആണ് എന്നുള്ളതാണ്. ആരാണ് വിപിനെ സംരക്ഷിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. നമുക്കറിയാം, ചെങ്ങന്നൂർ എൻ്റെ നാടുകൂടിയാണ് കേട്ടോ. ചെങ്ങന്നൂർ CI ആയിരിക്കുമ്പോഴാണ്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SHO ആയിരിക്കുമ്പോഴാണ് ഒരു വനിത പരാതി നൽകാനെത്തിയപ്പോൾ കുട്ടി നിക്കറുമിട്ട് യൂണിഫോം ഇടാതെ വന്നിരുന്ന് അലക്ഷ്യമായി അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി സ്വീകരിക്കുന്ന SHOയെ നമ്മൾ കണ്ടത്. ആ കേസിൽ ഇതുവരെ അന്വേഷണം പോലും നടന്നിട്ടില്ല. ആ കേസിൽ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, അന്വേഷണം നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരമാണോ വിപിനി വന്ന് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്ക് തോന്നിയാൽ, സംശയിച്ചാൽ അത് കുറ്റം പറയാൻ കഴിയുമോ? അതെ ശ്രീല, ഇത് ശരിക്കും നമ്മൾ അന്ന് ഈ വിഷയമുണ്ടായി, അറസ്റ്റൊക്കെ ഉണ്ടായതിൻ്റെ അന്ന് വൈകുന്നേരം നമ്മുടെ മുൻ DGP TP സെൻകുമാർ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പക്ഷേ അദ്ദേഹം, അത് നമ്മുടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, പക്ഷേ അതിലൊന്നും ആരും ഒരു പരാതിയോ പറഞ്ഞില്ല. കാരണം അവരാ വിറച്ചുപോയി. ഈ വിമർശനം ഉന്നയിക്കുന്ന ഇപ്പോൾ ശ്രീലേഖയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നവരൊക്കെ അന്ന് പേടിച്ച് പറഞ്ഞു, കാരണം അത് സെൻകുമാറാണ് വന്നത്. പക്ഷെ ശ്രീലയുടെ അവസ്ഥ കാരണം അവർ രാഷ്ട്രീയത്തിലേക്ക്, ആക്റ്റീവ് രാഷ്ട്രീയത്തിലേക്ക് വന്നതുകൊണ്ടാണ് അവർ കൗൺസിലറായി അവസാനം ഇപ്പം വട്ടിയൂർക്കാവ് മത്സരിച്ച, അപ്പോൾ ഒരു പൊളിറ്റിക്കൽ എതിരാളി. അതുകൊണ്ടാണ് ശ്രീലേഖയ്ക്കെതിരെ കല്ലേറും ഇത്രയും. ശ്രീലേഖ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം, ആദ്യ ദിവസം ഈ പ്രശ്നം ഉണ്ടാകുന്നു. അതായത് പരാതിക്കാരൻ, അതായത് ഒരു രാഷ്ട്രീയ സംഘടനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യ തുടക്കം. അവിടെ ഒരു മലമുകൾ എന്ന് പറയുന്ന വട്ടിയൂർക്കാവിലെ സ്ഥലത്ത് ഒരാൾ അയാളുടെ ഭാര്യയെ മോശമായ ആംഗ്യങ്ങളും തുണിമുഖി കാണിക്കുകയൊക്കെ ചെയ്തൊരു പ്രശ്നമുണ്ടാകുന്നു. അതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടുന്നു. പോലീസിൽ പരാതിപ്പെടുമ്പോൾ പ്രതിയെയല്ല അവർ തിരയുന്നത്, വാദിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വാദിയെ തിരയുന്നു. അങ്ങനെ അവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്ന എടപ്പഴഞ്ഞിയിലെ ക്ഷേത്രത്തിലേക്ക് ഇവർ ഈ വാദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു. അവിടെ പോലീസ് ചവിട്ടിപ്പൊളിക്കുന്നു. വാദിയാണ്, അതാണ്, പ്രതിയല്ല. അവിടെ പോലീസ് കതവ് ചവിട്ടിപ്പൊളിക്കുന്നു, ആകെ അലങ്കോലമാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. അതിനെ തുടർന്നാണ് സെൻകുമാർ സാർ അടക്കമുള്ളവർ നടത്തിയ, നമുക്കറിയാം മുൻ DGP കൂടിയാണ് അദ്ദേഹം, നടത്തിയ ഒരു വളരെ കൃത്യമായ തരത്തിലുള്ള ഒരു പ്രകടനം. അത് എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അത് കൃത്യമായി എന്ന് പറയുകയും ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം രണ്ടാമത് അപ്പം തന്നെ ശ്രീലേഖ DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ ശ്രീലേഖ ആയതുകൊണ്ട് പറഞ്ഞത് കള്ളമാണെന്ന് വാദിക്കാനുള്ള ഒരു CPMന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ശ്രീലേഖ അത് പുറത്തുവിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, പറഞ്ഞത് വലിയ പ്രശ്നമായതാണ്. അപ്പൊ അത് ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ അത് പുറത്തുവിട്ടത്. അപ്പോൾ അത് പുറത്തു വിടുന്നു. അത് പുറത്തു വിട്ടു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അവർ തന്നെ പറയുന്നു, ഞാൻ അവിടേക്ക് വരും, പോലീസ് സ്റ്റേഷനിലേക്ക് വരുമെന്ന് പറയുന്നു. അവരുടെ അടക്കമുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, തലേ ദിവസം തന്നെ BJP പ്രഖ്യാപിച്ചതാണ് വനിതകളുടെ മാർച്ച് ഉണ്ടാകുമെന്ന്. കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള എല്ലാവരും അറിയുമല്ലോ, സാധാരണഗതി നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർ അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും 5 വനിതാ പോലീസുകാരും ബാക്കിയുള്ള പുരുഷന്മാരെയും നിർത്തിക്കൊണ്ട് ഈ അവിടേക്ക് എത്തുന്ന, അതിനൊക്കെ സമരമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ പറയപ്പെടുന്ന ആദ്യത്തെ മിനിറ്റിൽ തന്നെ ജലപീരങ്കി ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രാകൃതമായ കാര്യമാണ്. സാധാരണ അങ്ങനെയല്ലല്ലോ. പ്രശ്നം അങ്ങാറ്റം നമ്മൾ കണ്ടിട്ടുള്ള എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിടാനും പരമാവധി സമരക്കാരെ അടിക്കാതിരിക്കാനും പരമാവധി ഉപദ്രവിക്കാതിരിക്കാനുമാണ് പലപ്പോഴും ശ്രമം നടത്താറുള്ളത്. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ വനിതകളടക്കമുള്ളവരെ, അതായത് വനിതകളായതുകൊണ്ട് എനിക്കൊന്ന് ഈ ചള്ളവെള്ളവും ഒക്കെ, ആ വെള്ളത്തിന്റെ കളറ് വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. വെള്ളത്തിന്റെ കളർ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും വൃത്തികെട്ട വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആശാനാഥ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ആശാനാഥ് പറഞ്ഞു, അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആശാനാഥ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല.
ഇത്രയും വൃത്തികെട്ട ചള്ളവെള്ളമാണ് മനുഷ്യർ, അതും ചെവിക്ക് പൈപ്പ് വെള്ളം ഉപയോഗിക്കാം. അതാണ് ചെവിയിലേക്കൊക്കെ അടിച്ചു കയറ്റുന്ന വെള്ളം. ബോർവെൽ ഉപയോഗിക്കാം. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ മസ്തിഷ്ക ആഘാതവും മസ്തിഷ്ക ജ്വരവും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്തൊക്കെയാണ് ഒന്നാമത് ചൂട് കൂടുതൽ. ഓർക്കേണ്ടത് ഈ വെള്ളം ശേഖരിച്ച് വെക്കുന്ന എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ, അവരോർക്കേണ്ട എയർ ക്യാമ്പിലടക്കം 10, 500, 600 പോലീസുകാരുടെ താമസമുണ്ട് ക്യാമ്പിലെ ബാരക്കുകളിൽ. അപ്പൊ അവരോർക്കണം അവരെന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് വളരെ പകർച്ചവ്യാധികൾ അവർക്കും പടരാൻ ഉണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആദ്യം പടരുന്ന അവർക്കാണ്. കാരണം ഈ ഏത് പകർച്ചവ്യാധി വന്നാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യേണ്ട ഒരു പോലീസ് തന്നെയാണ്. ഒരു നഗരസഭയുടെ ഹെൽത്ത് കോഡ് ആദ്യം പരിശോധിക്കേണ്ടത് അതിനകത്താണ്. ആ വെള്ളം എവിടെ നിന്ന് കിട്ടി എന്താണ് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പൊ ആ വൃത്തികെട്ട വെള്ളം അടിച്ചതിനെയും അടിക്കുക. അത് മാത്രമല്ല, ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പോലീസുകാർ, വനിതാ പോലീസുകാർ, പുരുഷ പോലീസുകാരെ ഞാൻ കണ്ടില്ല. വീഡിയോ ദൃശ്യങ്ങളിൽ പുരുഷ പോലീസുകാർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് എപ്പോഴും ചിലപ്പോൾ എല്ലാ കാര്യത്തിലും വിഷ്വൽ കിട്ടിയെന്ന് വരില്ല. അവിടെ എത്തിയ സമരക്കാരെ കടിക്കുന്നു. എവിടെയാണ്, ഏത് പോലീസിന്റെ ഏത് ലോ ആൻഡ് ഓർഡറില്, ഏത് ട്രെയിനിങ്ങിലാണ്, ഏത് രീതിയിലാണ്, നിങ്ങളുടെ ഏത് രീതിയാണ് ഈ കടിക്കുക എന്ന് പറയുന്നത്? ഏത് മാനുവലിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? കടിക്കുക. അതാണ് ആരാണ്, ഏത് ട്രെയിനിങ് കോളേജിലാണ് പഠിപ്പിച്ചത് കടിക്കാൻ? അതായത് സമരക്കാരെ പിരിച്ചുവിടാൻ കടിക്കാൻ ഉപയോഗിച്ച ആ മുറ ഉപയോഗിച്ച ആദ്യത്തെ സമരമാണെന്ന് തോന്നുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ ഇത് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. നമ്മൾ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ പേ പടരാനൊക്കെ സാധ്യത ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. മാത്രമല്ല പല്ല് കൊള്ളുന്നത് നമുക്ക് ശരീരത്തിന് കേടാണ്. നമുക്ക് പെട്ടെന്ന് പനി വരാനും മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഒക്കെ സാധ്യത പെട്ടെന്ന് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി, അതായത് ഇതൊക്കെ ഏതായാലും പോലീസുകാർ പെട്ടെന്നൊന്നും ചെയ്യുന്നതല്ല. ഇത്തരം ആസൂത്രിതമായ ഒരു ശ്രമം അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനഃപൂർവ്വം പോലീസ് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ആ സേനയിലാണ് താൻ ജോലി ചെയ്തത്. ആ സേനയിൽ താൻ ജോലി ചെയ്തതുകൊണ്ട് അത് ശരിയല്ല. അന്നും പോലീസിലിരിക്കുമ്പോഴും പരാതി നൽകുകയും വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ശ്രീലേഖ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർ സത്യത്തിന് വേണ്ടി നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു ക്യാൻ മലിനജലം, ഇപ്പം ഇറച്ചി, മാംസം കഴിയുക വെള്ളമോ അല്ലെങ്കിൽ മലിനജലം കൊണ്ടുവന്ന് നമ്മുടെ പൊതുനിരത്തിൽ ഒഴിച്ചാൽ എന്താണ് സ്ഥിതി? ഒരു 10,000 രൂപ പെറ്റി കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പോലീസിന് അവർക്ക് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇതേപോലെ ചെയ്യേണ്ടതാണ്. ആ വെള്ളത്തെ കുറിച്ച് സത്യം പറഞ്ഞാൽ ആദ്യം ആ വാഹനം പിടിച്ചെടുത്ത് കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് പരിശോധന നടത്തി കളക്ടറേറ്റിൽ ഏൽപ്പിക്കേണ്ടത്. സാർ അങ്ങനെയാണല്ലോ ഇത്തരം ഈ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നഗരസഭ ചെയ്യുന്നത്, ഹെൽത്ത് സ്കോഡ് ചെയ്യുന്നത്, അവർ ആ വേസ്റ്റ് തള്ളിയ വാഹനം പിടിച്ച് അവിടെ തൊണ്ടി മുതൽ പരിശോധിക്കേണ്ടതാണ്. ഈ വെള്ളത്തിന് എന്താണ് ചെയ്യേണ്ടതാണ്. അതെ അത് ചെയ്യേണ്ടതാണ്. പോലീസ് അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വാഹനം പിടിച്ചെടുത്തുകൊണ്ട് പോയി സത്യത്തിൽ ടെസ്റ്റ് ചെയ്ത് അതിലേത് തരത്തിലുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര ശതമാനം വാട്ടർ കണ്ടാമിനേറ്റഡ് ആണെന്ന് കണ്ടെത്തുക തന്നെ വേണം. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് ചില രംഗത്ത് ഇടത് പ്രൊഫൈലുകൾ നല്ല വെള്ളം ഉപയോഗിക്കും. നല്ല വെള്ളം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിലെന്താ സംശയം? ചള്ളവെള്ളം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ മാനുവൽ ഉണ്ട്. ചള്ളവെള്ളം 10 വർഷം അവർ ഈ വെള്ളത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് മാത്രമല്ല, ഇപ്പോ ഞാൻ ചോദിക്കുന്നത് BJP ഇപ്പോൾ ഉന്നയിക്കുന്ന വ്യാജ ആരോപണമല്ല. കാരണം ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നിരന്തര സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ഒരു പ്രതിപക്ഷമായി പ്രവർത്തിച്ചിട്ടുള്ളത് BJP തന്നെയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടിട്ടുള്ള, സാക്ഷ്യം വഹിച്ചിട്ടുള്ള എല്ലാ സമരങ്ങളും യഥാർത്ഥത്തിൽ BJPയുടെ സമരങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല. മഹിളാ മോർച്ചയുടെയും BJPയുടെ സമരങ്ങളാണ്. ഇപ്പൊ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു വെച്ചാൽ, ഭരണം കിട്ടിച്ചതോടുകൂടി കേരളത്തിലെ CPMന് BJPയോട് ഭ്രാന്തിളകിയിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നഗരസഭയിൽ ഭരണം പിടിക്കുമെന്നും BJP ഒരു നിർണായക ശക്തിയാകുമെന്നും ഒരു തരത്തിലും വിചാരിക്കാത്തിടത്ത് നിന്നുണ്ടായ മാറ്റമാണ് ഈ CPMനെയും കേരളത്തിലെ പോലീസിനെ അഴിച്ചുവിട്ട്, CPMന്റെ തന്നെ പണിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ തന്നെ പണിയാണ് പോലീസിനെ ഇങ്ങനെ അഴിച്ചുവിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നത്. ഈ വിപിൻ എന്ന് പറയുന്ന CI നേരത്തെ തന്നെ BJPക്കാർ ശ്രദ്ധിച്ചിരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങൾ കൂടി അതിന്റെ ഒപ്പം പുറകെ വന്നിട്ടുണ്ട്. അതായത് BJPയുടെ പരിപാടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് അസ്വസ്ഥത തോന്നാം. ഈ ഒരു വിഷയം, ഈ ബിനുവിന്റെ മലമുകളിലെ പുതിയ സംഭവം അല്ല, നേരത്തെ ഉണ്ടായിരുന്നു. പ്രചരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലക്കോണത്തുള്ള BJPയുടെ 9 മണിയായപ്പോൾ BJPയുടെ ഓഫീസ് അടച്ചു പൂട്ടിക്കുകയും അവിടുത്തെ പ്രചരണ വാഹനങ്ങളുടെ മൈക്ക് പിടിച്ചെടുത്തു. അന്ന് രാത്രി BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധമായിട്ട് പോയത്. കാരണം ഈ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ ഓഫീസ്. അവർക്ക് യാതൊരു പ്രശ്നമില്ല. കോൺഗ്രസ്സുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും, മുരളീധരന്റെ വാഹന പ്രയോജനത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് കണ്ണുകടി മൊത്തം മണ്ഡലക്കോണത്ത് ഒരു വലിയ ഓഫീസ് തുടങ്ങി BJP. അവിടെ ശ്രീലേഖയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും അവർ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. പിന്നെ
ഈ മണ്ണറക്കോണത്തിന് തൊട്ടടുത്താണ് ഈ സംഭവം നടന്ന മലമുകൾ. മലമുകൾ എന്നൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഈ മലമുകൾ CPM-ന്റെ കൗൺസിലറാണ്. സത്യത്തിൽ BJP-ക്കാരുണ്ടായിരുന്ന സ്ഥലമല്ല ഇത്. അല്ല, കൗൺസിലറായി മത്സരിക്കുന്ന സമയത്ത് അവിടെ നേരത്തെ ഒരാൾ പോലും ഇല്ല, വളരെ കുറവാണ്. പിന്നെ ഈ വട്ടർകാവ് സ്റ്റേഷന്റെ ലിമിറ്റിലാണ് ഏതാണ്ട് ഒരു 10ഓളം വാർഡുകളിൽ BJP കൗൺസിലർമാരാണ്. പിന്നെ ഇത് ഈ മലമുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ ഇവിടുന്ന് ഈ മൃതദേഹങ്ങൾ ആ പള്ളി സെമിത്തേരിയിൽ കൊണ്ടുപോയാണ് സംസ്കരിച്ചത്. 2 സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. അതിനപ്പുറത്ത് ഈ മലമുകളിന്റെ ഈ മലയാണ്, മലമുകളിന്റെ അപ്പുറ സൈഡ് പോപ്സന്റെ ചെറുകുണ്ടിലെ ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് അവർ പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ്. ഗ്രാനൈറ്റ് അല്ല, പാറ പൊട്ടിക്കുന്ന സ്ഥലം, ക്വാറിയാണ് അവരുടെ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോടെ വഴിയില്ല. ആപ്പാടുള്ളൊരു വഴി വട്ടർക്കാവ് 3-ാം മൂട് വഴിയിലൊരു റോഡുമുണ്ട്, ഈ നെട്ടയെന്നുള്ള റോഡുമുണ്ട്. അപ്പോൾ അവിടെ അക്രമമല്ല, റബ്ബർ കാടാണ്. ഈ ഏക്കറോളം മലയുടെ ഒരു ഓരം മൊത്തം റബ്ബറാണ്. അവിടെ എന്തും ആരെയും ഒളിച്ചിരുത്താം, എന്തും ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു കേന്ദ്രമായിരുന്നു മലമുകൾ. അവിടേക്ക് ഈ BJP പ്രവർത്തകർ കൂട്ടമായി വരുന്നു. ആ റോഡ് എൻഡാണ്, ഡെഡ് എൻഡാണ്. ആ മലയുടെ അപ്പുറത്തേക്ക് റോഡില്ല. നമുക്ക് CPM-ന്റെ ഒരു ശക്തി കേന്ദ്രവും അവിടെ ആയിരുന്നിരിക്കും. ആൾക്കാർ മല കയറി ഒരു ഭാഗത്ത് നിന്ന് കയറിയിട്ട് നെട്ടയം വഴി മലമുകളിലേക്ക് എത്തിയിട്ട് തിരിച്ച് അതേ വഴി ഇറങ്ങണം, അല്ലാതെ അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഒരു നഗരസഭയുടെ തന്നെ ഒരു കാരുണ്യ സദനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറെ പേർ കൊണ്ട് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന്റെ പദ്ധതി പ്രകാരം സ്ഥലമൊക്കെ എടുത്ത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വളരെ ദുരൂഹമായ ഒരു പ്രദേശം കൂടിയാണ്. അധികം ആരും അങ്ങനെ പോകാറില്ല. അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന താമസക്കാർ മാത്രം കടന്നു ചെല്ലുന്ന ഒരു ബസ്, KSRTC ബസ് മാത്രം പോകുന്ന റൂട്ടാണ്. അപ്പോഴേക്കും എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്തും സംഭവിക്കാം. ഈ SHO ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞതുപോലെ SHO നമ്മുടെ ഇലക്ഷൻ ആയപ്പോൾ പഴയ SHOയൊക്കെ മാറ്റി മറ്റു ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പുതിയ ആൾ വന്നു. അപ്പോൾ ഈ വന്നതിലും വട്ടർകാവ് മണ്ഡലത്തിൽ അങ്ങനെ CPM-ന് കുറെ A ക്ലാസ് മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതായത് അവരുടെ A ക്ലാസ് അല്ല, എതിരാളികളുടെ ആ A ക്ലാസ്സിലേക്ക് തങ്ങളുടെ മിഷനറി കൊണ്ട് നിർത്തുക, അത് തന്നെയാണ് അവരുടെ സാധിച്ചെടുത്തത്. അപ്പോൾ അത് ആർക്കറിയാം? TP സെൻകുമാറിനെ ശ്രീലയിക്കുക, അവർ പോലീസുകാരാണ്. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പോലീസുകാരൻ, അവരുടെ മനസ്സ് പോലീസുകാരൻ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും അവിടെ എന്താണ് നടക്കുന്നത്. ശ്രീലയ്ക്ക് ഒരു ഫോൺ കോളിൽ അറിയാം ഈ SHO ആരാ കൊണ്ടിരുത്തിയിരിക്കുന്നത്, അല്ലെ? ഇത് ആരാണ് ഇയാളുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ സിറ്റി പോലീസ് കമ്മീഷണർ പോസ്റ്റ് ചെയ്തല്ല, കമ്മീഷൻ ഒപ്പിട്ടുന്നേ ഉള്ളൂ. ഇയാളെ കൊണ്ടിരുത്തിയിരിക്കുന്ന ആരാണ് അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പോടാ പുല്ലിയെ പോലീസ് എന്ന് വിളിച്ചത് ഈ SHOയുടെ മുഖത്ത് നോക്കി തന്നെയാണ്. അതെ, തീർച്ചയായും അത് വിളിക്കുന്നത് തെറ്റാണെന്ന് ഇവർ പറയുന്നത്. പോലീസ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മാധ്യമപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അതിനെ തിരുത്താനുള്ള സംവിധാനങ്ങൾ ഇല്ല. ചില സമയങ്ങളിൽ നിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാവാറില്ലേ? അതുകൊണ്ട് ഇപ്പൊ പോലീസ് ആയതുകൊണ്ട് പറയരുത്, മിണ്ടരുത്, സംസാരിക്കരുത്. നേരത്തെ പോലീസ് ആയിരുന്നു, പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്, അതുകൊണ്ട് പെൻഷൻ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതിന് ഒരു തരത്തിൽ അംഗീകരിക്കാം. അതൊക്കെ ഈ മറ്റേ വൺ ഇന്ത്യ പറയുന്ന പോലെ അതേപോലത്തെ ഒരു ഇളക്കം മാത്രമേ, അല്ലാതെ ഒരു അങ്ങനെ IPS എഴുതിയെടുത്ത ആളാണ്. അവർക്ക് ഒരു പോലീസിന്റെ സഹായത്തിൽ ജോലി കിട്ടിയതോ ശിവരഞ്ജിത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് PSC-യിലൂടെ പോലീസിലേക്ക് നിയമിക്കപ്പെട്ട ആളോ അല്ല ശ്രീലേഖ. എങ്ങനെയാണ് ശ്രീലേഖയ്ക്ക് പെൻഷൻ അനുവദിച്ചത്? അതെ, ശ്രീലേഖ 33 വർഷം സർവീസ് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ അവരെ കുറിച്ച് അഴിമതിയോ മറ്റു കാര്യങ്ങളോ മറ്റു കേസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ആളാണ്. അവർ തിരുവനന്തപുരം ജില്ലയിലെ കമ്മീഷൻ ആസ്ഥാനത്ത് അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് മാത്രം ഇരുന്ന് ജോലി ചെയ്തതല്ല, അവർ ഇവിടെയും കേന്ദ്രത്തിലും ഒക്കെ ഡെപ്യൂട്ടേഷനും ഒക്കെ പോയി ജോലി ചെയ്തിട്ട് വന്ന് വിരമിച്ചതിന്റെ പെൻഷനാണ്. അത് ഇവിടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന, അത് കേന്ദ്രം IPS ആണ്, സെൻട്രൽ സർവീസ്. ചുമ്മാ ഇങ്ങനെ ഒരു വെറുതെ പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതിനപ്പുറത്തേക്ക് ആലോചിക്കുമ്പോൾ അതൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള ധാരണയിലായിരിക്കാം ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ CI വിപിന്റെ കുട്ടിനിക്കർ വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ CI വിപിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ സംരക്ഷണം വിപിനുണ്ട്. ഇപ്പോഴും അയാളെ സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്തത്, ജോലിയിൽ നിന്ന് അവധിയിൽ പ്രവേശിക്കാനുള്ള അവസരം മെഡിക്കൽ ലീവിലാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്, ബോധ്യം വന്നിട്ടുണ്ട്. ഏതായാലും അത്രയെങ്കിലും ശ്രീലേഖ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ഇതെങ്കിലും സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വളരെ ഒരു തമാശ കേട്ടു. 33 വർഷം സർവീസിലിരുന്ന ശ്രീലേഖ IPS DGP ആയി വിരമിച്ചപ്പോൾ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ആ
പെൻഷനൊക്കെ ഇപ്പൊ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും തിരിച്ചടച്ചിട്ടുണ്ടോ? നമ്മുടെ ശിവൻകുട്ടി അടക്കം. അതാ ശിവൻകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശിവൻകുട്ടി ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. മുൻകാല പ്രാബല്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ, MLA ആയിരിക്കുമ്പോൾ നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോ അതിന്റെ പിൻഗാമിയാണ് ഈ CA വിപിൻ എന്ന് തോന്നുന്നു കേട്ടോ. നിയമസഭയിൽ ഇതുപോലെ നമുക്കറിയാവില്ല, മുണ്ടുമൊക്കെ മടക്കി കുത്തിയത് അശ്ലീലമാണ്, പറയാൻ കഴിയില്ല. നിയമസഭയുടെ ബെഞ്ചിൽ കിടന്ന് ഡാൻസ് കളിച്ചത് നമ്മൾ കണ്ടതാണ്. അത് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട്, മുണ്ട് ഉരിഞ്ഞിട്ടിട്ട് പോലും അല്ല, മടക്കി കുത്തിയിട്ടാണ് അവിടെ കിടന്ന് ഡാൻസ് കളിച്ചത്. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥി സമരത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾ, നമുക്കറിയാം പാലക്കാട് വിക്ടോറിയ കോളേജിൽ അധ്യാപകന് കുഴിമാടം ഒരുക്കുകയും കസേര കത്തിക്കും, പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുകയും IAS ഓഫീസറെ കരിയോയിൽ ഒഴിക്കുകയും ഒക്കെ ചെയ്ത വിദ്യാർത്ഥി, അതായത് പഠനകാലത്ത് ചെയ്ത വിദ്യാർത്ഥികളെ നമുക്കറിയാം. അപ്പോൾ ശ്രീലേഖ മാത്രം റിട്ടയർമെന്റിന് ശേഷവും പോലീസിനെതിരെ ഒന്നും പറയരുത് എന്ന് പറയുന്നതിനെ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം. പൊതുമുതൽ നശിപ്പിക്കുന്ന പുതിയ കേസെടുക്കേണ്ടതാണ്. അല്ല, നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ കക്ഷിയോ വ്യക്തിയോ അവരിൽ നിന്നും ഈടാക്കണ്ട. ഈ നിയമസഭയിലെ കസേരയൊക്കെ തകർത്തിട്ടില്ല. ലോകം മൊത്തം കണ്ട സംഭവത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു? പോലീസുകാർ വിശുദ്ധരാണോ? പോലീസിനെതിരെ പോടാ പുല്ലേ എന്ന് വിളിക്കരുതെന്ന് പറയാൻ വിശുദ്ധരാണോ? പോലീസിനെ കാലാകാലങ്ങളായി CPM എന്നൊക്കെ അധികാരത്തിൽ വരുന്നു. അന്നെല്ലാം പോലീസിനെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നല്ലേ. പോലീസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഏതൊക്കെ രീതിയിലാണ് കൈകാര്യം ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ലോകം മുഴുവൻ ലൈവായി കണ്ട നിയമസഭയിലെ ആ പറയപ്പെടുന്ന സംഭവം, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാ പറയുന്നത്. ആരെയാണ് വിഡ്ഢിയാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്? കോടതിയിൽ ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നായിരുന്നു. മന്ത്രിമാരെ രക്ഷിച്ചു ലൈവായി ലോകം മുഴുവൻ തത്സമയം കണ്ട കാഴ്ച സംപ്രേഷണം ചെയ്തു. അത് അങ്ങനെയുള്ള പോലീസ് പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ആർജവം ശ്രീലേഖയ്ക്കുണ്ട്. അത് ശ്രീലേഖ പറയുക തന്നെ വേണം. അതിൽ യാതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് പോടാ പുല്ലേ പോലീസെ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. മാധ്യമപ്രവർത്തനത്തെ വിമർശിക്കാറില്ലേ? ഓരോരുത്തരും ജോലി ചെയ്യുന്നവർ അവരവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കാറില്ലേ? അതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് അവർ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ എല്ലാ കാര്യങ്ങളും പോലീസുമായി അവർ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നപ്പോഴും ശ്രീലേഖ, ദിലീപിന്റെ കേസ് വന്ന സമയത്ത് ശ്രീലേഖയും സെൻകുമാറും ഒക്കെ ആ കേസിൽ സത്യസന്ധമായ കാര്യം, ദിലീപിന് അതിൽ പങ്കില്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്തായിരുന്നു കോടതി വിധി വന്നത്? അപ്പൊ അതുകൊണ്ടൊന്നും ഈ ശ്രീലേഖയെ ഇപ്പോൾ പോലീസിനെ കുറ്റം പറയാതിരിക്കണം എന്ന് പറയുന്നതിനെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ശ്രീലേഖ പറയുന്നത് കുറുക്കി കൊള്ളുന്നുണ്ട്. ശ്രീലേഖയ്ക്ക് നിയമം അറിയാം, ശ്രീലേഖയ്ക്ക് പോലീസിന്റെ മാനുവൽ അറിയാം. അതുകൊണ്ട് ശ്രീലേഖ പറയുന്നത് കുറുക്കി കൊള്ളുന്നുണ്ട്. അത് CPM-നെ വല്ലാതെ വിഷമത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീലേഖ മിണ്ടാതിരിക്കണം എന്ന് ഇവർ പറയുന്നത്, പോലീസ് അസോസിയേഷനുകൾ പറയുന്നത്. ഈ അസോസിയേഷൻ കൊണ്ട് എന്താ ശ്രീലേഖയ്ക്ക് ഗുണം? അസോസിയേഷനുകളാണോ ശ്രീലേഖയെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിച്ചത്? അല്ലെങ്കിൽ ശ്രീലേഖയ്ക്ക് IPS പദവി കൊടുത്ത അസോസിയേഷനും പോലീസും കേരളത്തിലെ PSC-യുമാണോ? അല്ലല്ലോ. അവര് പരീക്ഷ എഴുതി, അവർ UPSC പരീക്ഷ എഴുതി, അതിന്റെ ട്രെയിനിങ്ങും പാസ്സായി, അവർ ഓഫീസറായി, അവർ നന്നായി അവരുടെ സർവീസ് റെക്കോർഡുകളിൽ മറ്റു പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് അവർ DGP വരെ എത്തപ്പെട്ട വനിതയാണ്. അതുകൊണ്ട് ആ കളി കേരളത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകും. അതൊന്നും CPM ഇങ്ങോട്ട് പറയാനും അത്തരത്തിൽ പ്രചരിപ്പിക്കാനും ശ്രമിക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 3 DGP-മാരാണ് BJP-യിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ DGP-മാരാണ് ശരി എന്ന രീതിയിലേക്കാണ്, അല്ലെങ്കിൽ BJP ആണ് ശരി എന്ന് DGP-മാർ പോലും പറയുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.